അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ അപ്പോസ്തലനെ ദൈവം കാണിച്ച കാഴ്ചയാണ്. ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ആ വാതിലിൽ നിന്നുകൊണ്ട് കാഹളനാദം പോലെ ഒരു ശബ്ദം യോഹന്നാൻ കേട്ടു. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ സ്വർഗീയ വാതിലുകൾ തുറന്നിരിക്കുന്നത് കാണുവാൻ ഭാഗ്യം ലഭിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണ് യോഹന്നാൻ്റെ മുൻപിൽ. ഈ ദർശനം കാണുമ്പോൾ തന്നെ ആ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട അനുഭവത്തിൽ ഡൊമീഷ്യസ് ചക്രവർത്തി തന്നെ ആ പത്മോസ് ദ്വീപിലേക്ക് എറിഞ്ഞു കളഞ്ഞതായ ഒരു സന്ദർഭം. ഇവൻ എങ്ങനെയെങ്കിലും പോയി മരിക്കട്ടെ, ഞങ്ങളിവനെ കൊല്ലുവാൻ നോക്കിയിട്ടൊന്നും ഇവൻ അങ്ങോട്ട് ചാകുന്നില്ല, എങ്ങനെയെങ്കിലും അവിടെ പോയി വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ടോ ഇഴജാതികൾ കടിച്ചോ അല്ലെങ്കിൽ അത്യുഷ്ണത്താലോ അതിശൈത്യത്താലോ എങ്ങനെയെങ്കിലും ആഹാരമില്ലാതെയോ അത് വലിയൊരു പ്രശ്നമൊന്നുമല്ല, അവനെ എങ്ങനെയെങ്കിലും മരിക്കട്ടെ. അങ്ങനെ എഴുതി തള്ളിയതായ ഒരു വ്യക്തി, അവനെ കൊണ്ടിറക്കിയ കപ്പലുകൾ വളരെ സങ്കടത്തോടുകൂടി അവൻ്റെ അവസ്ഥയിൽ ദയനീയത വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചുപോയി. പടയാളികളെ ഏൽപ്പിച്ച് വിട്ടതാണ്. ഒരു കപ്പലെ കയറ്റി വിട്ടു, പത്മോസ് ദ്വീപിലേക്ക് കൊണ്ടുപോയി അവനെ ഉന്തിത്തള്ളി അതിലേക്ക് ഇറക്കി വിടാൻ. അവിടെ പോട്ടെ, നാടുകടത്തി. ദൈവത്തിന് സ്തോത്രം. ആ കപ്പൽ ഒരിക്കലും ഇനിയും തിരികെ വരുമെന്ന് യോഹന്നാൻ പ്രതീക്ഷിച്ചില്ല. ആരെങ്കിലും തന്നെ സഹായിക്കാൻ വരുമെന്നും താൻ പ്രതീക്ഷിച്ചില്ല. തൻ്റെ ജീവിതത്തിലെ അവസാന ഭാഗമാണെന്ന് താൻ ചിന്തിച്ചു. അങ്ങനെയാണ് താൻ വിശ്വസിച്ചത്. വാതിലുകളെല്ലാം അടഞ്ഞു. ഒരു കൂര പോലും അവിടെ കയറിയിരിക്കുവാൻ ആ ദ്വീപിലില്ല. ആകെ കൂടിയുള്ളത് ചരിത്രത്തിന് പ്രകാരം തൻ്റെ കയ്യിൽ ചില എഴുത്തുപകരണങ്ങളൊക്കെ ഉണ്ട്, ചില തുകൽശീലകളൊക്കെ ഉണ്ട്. അതെല്ലാം താൻ കരുതിയിരുന്നു. കാരണം ദൈവത്തിന് തന്നോട് ചെയ്യുവാനുള്ളതായ ചില കാര്യങ്ങൾ തനിക്ക് വെളിപ്പെടുത്തി കൊടുക്കും, അതേ രേഖയാക്കി വയ്ക്കണം എന്ന് യോഹന്നാന് ആത്മാവിൽ ബോധ്യമുണ്ടായി കാണും. അല്ലാതെ യോഹന്നാൻ്റെ കയ്യിലൊന്നുമില്ല, ഉടുതുണിയുമായിട്ട് വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആശയറ്റവരായി നമ്മളെ പലരും പലയിടത്തും തള്ളിക്കളയും. ഇവൻ എങ്ങനെയെങ്കിലും പോയി മരിക്കട്ടെ. ചിലർ നമ്മളെ കൊല്ലത്തില്ല, പക്ഷെങ്കിൽ എങ്ങോട്ടേലും അങ്ങ് തള്ളിക്കളയും. എങ്ങനെയെങ്കിലും പോയി ചാകട്ടെ, എവിടെയെങ്കിലും പോയി വീഴട്ടെ, എവിടെയെങ്കിലും പോയി ഉരുളട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തള്ളിക്കളയും. അങ്ങനെയുള്ളതായ അവസ്ഥ വളരെ ദുരവസ്ഥയാണ്. ഒരു മനുഷ്യൻ നമ്മളെ കൊല്ലുകയാണെങ്കിൽ അതങ്ങ് സഹിക്കാം. ഇതോ ഇങ്ങനെയല്ല. ദൈവത്തിന് സ്തോത്രം. ചില അശരണരായിട്ടുള്ള ചില മനുഷ്യരെ ഈ വൃദ്ധാലയങ്ങളിൽ കൊണ്ടുപോയി അവരെ ഏൽപ്പിച്ചിട്ട് അവിടേക്ക് ഇറക്കി വിട്ടിട്ട് പോകുന്ന പലരുണ്ട്. അവരുടെ പല ചരിത്രങ്ങളും നമുക്കറിയാം. ചില മാതാപിതാക്കളും അശക്തരായിട്ടുള്ളവർ, രോഗികളും ബലഹീനരുമായിട്ട് ആരുമില്ലാത്തവർ, അവരെ കൊണ്ടുപോയി ചിലയിടത്തൊക്കെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവരുണ്ട്. ചില കുഞ്ഞുങ്ങളെ ചില വഴിയരികിൽ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന മാതാപിതാക്കളുണ്ട്. സ്ഥിരബോധമില്ലാത്ത അനേക സാധുക്കളെ വഴിയരികിലും പല കവലകളിലും ഇറക്കി വിട്ടിട്ട് പോകുന്ന മക്കളുണ്ട്. അങ്ങനെയൊന്നും അനേക കഥകൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഇവിടെ ഇതാ സുബോധമുള്ള ഒരു മനുഷ്യൻ, തിളച്ച എണ്ണയിലും മുക്കിയിട്ടും ചാകാതിരുന്നതായ ഒരു മനുഷ്യൻ, ശക്തി എന്തെന്നും ജീവൻ എന്തെന്നും തിരിച്ചറിഞ്ഞവനായ ഒരു ദൈവത്തെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശക്തിയുടെയും ജീവൻ്റെയും ഉറവിടമായ നാഥനെ, അരുമനാഥനെ നേരിട്ട് കണ്ടവനായ യോഹന്നാൻ തനിക്കിപ്പോൾ ആരുമില്ലാതെ പത്മോസ് ദ്വീപിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ മരിക്കട്ടെ, എങ്ങനെങ്കിലും മരിക്കട്ടെന്ന് പറഞ്ഞവർ അവനെ തള്ളി അവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷത്തോടെ യോഹന്നാൻ ദൈവത്തിൻ്റെ നാമത്തിൽ വിളിച്ചവൻ വിശ്വസ്തനാണ്, ഒരു ദിവസം എന്നെ കൊണ്ടുപോകുവാൻ ദൈവം ഒരാളെ അയക്കുമെന്ന് അവൻ വിശ്വസിച്ചു. എന്നാൽ ദൈവമാണ് അവനെ അവിടെ കൊണ്ടുവന്നതെന്ന് യോഹന്നാന് പിന്നീടാണ് മനസ്സിലായി. എപ്പോഴാണെന്നറിയാമോ? ഒരു സ്വർഗത്തിൻ്റെ വാതിൽ അവനെ തുറന്ന് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ കയറി വരിക. അപ്പോൾ യോഹന്നാൻ വിചാരിച്ച് കാണും, ഒരു പക്ഷെങ്കിൽ ഞാൻ എഫെസോസിലോ തെസ്സലോനിക്കയിലോ എവിടെയെങ്കിലുമാണ് ഞാൻ നിന്നിരുന്നതെങ്കിൽ ഈ സ്വർഗത്തിൻ്റെ കവാടം തുറന്നിരിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിയില്ലായിരുന്നുവെന്ന് താൻ ഒരു പക്ഷെങ്കിൽ വിചാരിച്ച് കാണും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വാതിൽ അടയുമ്പോഴാണ് സ്വർഗീയ വാതിൽ തുറക്കുന്നത് നമ്മൾ കാണുന്നത്. മനുഷ്യനിർമ്മിതമായ വാതിലുകൾ മാത്രമേ അടയ്ക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ അതിന് ബദലായി ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്കായി തുറക്കുന്നത് സ്വർഗത്തിൻ്റെ വാതിലാണ്. ആ സ്വർഗത്തിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ അവിടെ കഷ്ടതയും സങ്കടവും കണ്ണുനീരും പ്രയാസങ്ങളും വിശപ്പും ആവലാതികളും ഒന്നുമില്ലാത്ത ഒരു സ്ഥാനത്ത് ദൈവം നിനക്കായിട്ട് എന്തെല്ലാം കരുതിയിട്ടുണ്ടെന്ന്, മേലാൽ സംഭവിക്കാനുള്ളത് എന്തെല്ലാമെന്ന് നിന്നെ കാണിക്കുവാൻ വേണ്ടി ഉള്ളതായ ഒരു കവാടം നിൻ്റെ മുൻപിൽ ഇതാ തുറന്നു വച്ചിരിക്കുന്നു. മനുഷ്യരവരുടെ വാതിലുകൾ അടയ്ക്കുമ്പോൾ ദൈവം സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നു. അതാണ് ദൈവത്തിനെ സ്നേഹിക്കുന്നതിനാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്നതിനാൽ നമുക്ക് ലഭ്യമാകുന്നതായ സ്വർഗീയ ഭാഗ്യം. നോക്കൂ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് താൻ കണ്ട ദർശനങ്ങളുടെ ആരംഭം ഇങ്ങനെ എഴുതി കുറിക്കുമ്പോൾ താൻ ഉപയോഗിച്ച ഒരു വാക്കുണ്ട്, അനന്തരം. പ്രൈസ് ദി ലോർഡ്. അതായത് അതിനുശേഷം, thereafter എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വിഷയത്തെ ഊന്നിക്കാണിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താൻ എഴുതി തുടങ്ങിയാണ് അനന്തരം. എന്താണ് ആ സംഗതി? ലവോദിക്യ സഭയ്ക്ക് താൻ അവസാനമായി ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത ആ വാഗ്ദത്തത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കൂ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് അവൻ വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. ഇങ്ങനെ ഒരു വാഗ്ദത്തം ലവോദിക്യ സഭയ്ക്ക് വേണ്ടി യോഹന്നാൻ അപ്പോസ്തലൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ കർത്താവ് നേരിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. അതൊരു വലിയ വാഗ്ദത്തമാണ്. അതെങ്ങനെയായി തീരുമെന്ന് ഒരുപക്ഷെങ്കിൽ അപ്പോസ്തലനായ യോഹന്നാന് തന്നെ ഒരുപക്ഷെങ്കിൽ സംശയമുണ്ടായേക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്താണ് ദൈവം ചെയ്യാൻ പോകുന്നത് നമുക്ക് തന്നെ തിട്ടമില്ലാതിരിക്കാം. നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, പലതും ഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാകുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. പക്ഷെങ്കിൽ സാരമില്ല, വിളിച്ചവന് വിശ്വസ്തനാണ്. അവൻ നിൻ്റെ മുൻപിൽ ഇതാ ഒരു വാതിൽ തുറക്കുന്നു. അത് സ്വർഗത്തിൻ്റെ വാതിൽ. മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളുടെ ആ വാതിലുകൾ അടച്ചു. നിനക്ക് രക്ഷപ്പെടാനുള്ളതായ വാതിലുകൾ അടച്ചു. വെള്ളത്താൽ ചുറ്റപ്പെട്ടതായ, പ്രതികൂലങ്ങൾ നിറഞ്ഞതായ, അല്ലെങ്കിൽ നാലുപാടും യാതൊരു രീതിയിലും ഓടി നീന്തിക്കയറി പോലും രക്ഷപ്പെടുവാൻ കഴിയാത്തതായ ഒരു ദ്വീപിൽ കുറ്റവാളികളെ കൊണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തതായ വ്യക്തികളെ നാടുകടത്തുന്നതായ, ഒരിക്കലും അവരെ ഇനിയും തിരികെ വേണ്ട, അവരെങ്ങനെങ്കിലും മരിക്കട്ടെന്നുള്ളതായ നിഗമനത്തിൽ ചക്രവർത്തിമാർ, ഭരണാധികാരികൾ നാട് കടത്തുന്നത് പോലെ, അവർ എറിഞ്ഞു കളയുന്നത് പോലെ ഇതാ യോഹന്നാൻ അപ്പോസ്തലനെ എറിഞ്ഞു കളഞ്ഞ സ്ഥാനത്ത് ദൈവം അവന് വേണ്ടി തുറന്നത് സ്വർഗത്തിൻ്റെ വാതിലാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ അപ്പോസ്തലൻ എഴുതിയതായ വാക്ക് അനന്തരം എന്ന ഒരു വാക്ക് നമ്മുടെയും ദൈവത്തിൻ്റെയും മധ്യത്തിൽ കിടന്ന ചില കാര്യങ്ങൾ നമുക്കായി കാണിച്ചു തരുന്നുണ്ട്, നമ്മളെ ചലിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കണ്ണുകളെ തുറക്കുന്നുണ്ട്. അനന്തരം എന്ന ഒരു വാക്ക് എന്താണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കുന്നവനാരോ? ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കുന്നുണ്ടെങ്കിൽ നിന്നോടുകൂടെ കർത്താവ് വന്ന് ആ സ്വർഗത്തിലെ പ്രവേശന ഘട്ടത്തിൽ നിന്നെ നിർത്തിക്കൊണ്ട് പറയുകയാണ്, നീ അവിടെ തന്നെ നിന്നാൽ പോരാ, നീ ഇങ്ങോട്ട് കയറി വരിക, സ്വർഗീയ അനുഭവത്തിലേക്ക് കടന്നു വരിക. ഭയപ്പെടേണ്ട, ദൈവമാണ് നിന്നെ വിളിക്കുന്നത്. നീ ഇപ്പോൾ പകച്ച് നിൽക്കുക. നിനക്ക് അർഹതപ്പെട്ടതല്ലെന്ന് നിനക്കൊരു ഭയം കാണും. ഈ സ്വർഗം എനിക്ക് ലഭിക്കുന്നതാണോ എന്ന് നിനക്കൊരു ചിന്ത കാണും. പക്ഷെങ്കിൽ സ്വർഗത്തിനൊരു കാര്യം മനസ്സിലായി, നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറന്ന് അരുമനാഥന് പ്രവേശനം കൊടുത്ത ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാ വിളിക്കാൻ ഇവിടെ കയറി വരിക, ഞാൻ നിനക്ക് മേലാൽ സംഭവിക്കാനുള്ളത് നിനക്ക് കാണിച്ചു തരും. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകളെ തുറക്കുന്നുണ്ടെങ്കിൽ, കാതുകളെ തുറക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോടുള്ളതായ ദൂതാണ്
ഇവിടെ കയറി വരിക, അവിടെ നിൽക്കരുത്. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലങ്ങൾ അങ്ങനെ വരട്ടെ, കഷ്ടതകൾ വരട്ടെ, നിനക്ക് ഭവനമില്ലെങ്കിലും നിന്നെ സഹായിപ്പാൻ ആരുമില്ല എങ്കിലും നിന്നെ എല്ലാവരും തള്ളിക്കളയുന്നവരാണെങ്കിലും ഒരു കുഞ്ഞിനെ കൊണ്ട് കളയുന്നത് പോലെ, എത്രയോ മാതാപിതാക്കളെ കളയുന്നത് പോലെ, സഹോദരങ്ങളെ കളയുന്നത് പോലെ, കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂട്ടുകാരെ കളയുന്നത് പോലെ മറ്റുള്ളവർ നിന്നെ എറിഞ്ഞു കളഞ്ഞെന്നിരിക്കാം. മരിക്കട്ടെന്ന് വിചാരിച്ച, എങ്ങനെങ്കിലും മരിക്കട്ടെന്ന് വിചാരിച്ച്, എങ്ങനെങ്കിലും ഒഴിഞ്ഞു പോകട്ടെന്ന് കരുതി നിന്നെ ഒഴിവാക്കിയതായിരിക്കാം. പക്ഷെങ്കിൽ നീ ദൈവത്തിനായി ഹൃദയം തുറന്നു കൊടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിൻ്റെ മുൻപിൽ ഒരു പ്രത്യാശയുടെ തീരത്തെ ദൈവം കാണിക്കുന്നു. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിന് അനേക വാതിലുകളുണ്ട്. എന്നാൽ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വാതിൽ, അത് നിനക്ക് പ്രവേശിക്കുവാനുള്ളതാണ്, നിനക്ക് കടന്നു ചെല്ലുവാനുള്ളതാണ്. അവിടെ കാഹളനാദം പോലെ ഒരു ശബ്ദം നിന്നെ കേൾപ്പിക്കുന്നു. ഇവിടെ കയറി വരിക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനേകം പ്രാവശ്യം നിനക്ക് രക്ഷയില്ല, ഇനിയും മുൻപോട്ട് പോകുവാൻ ഒരു വഴിയുമില്ല. 4 വഴികളും അടഞ്ഞു. വെള്ളങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ആ ദ്വീപിനെ കണ്ട്, ജീവിതത്തിൽ പലവിധമായ പരിശോധനകൾ കണ്ടുകൊണ്ട്, മറ്റുള്ളവരുടെ അവഗണന കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ പരിഹാസം കണ്ടുകൊണ്ട്, ഉപജീവന മാർഗത്തിന് എല്ലാം തിരിച്ചെടുത്ത്, ദൈവത്തിന് സ്തോത്രം, സകല വഴികളും അടഞ്ഞ് ഒന്നിനും ഒരു വഴിയുമില്ല എന്ന് ഈ ഗണിക്കുമ്പോൾ നിൻ്റെ ഹൃദയം ചഞ്ചലപ്പെടരുത്. നിന്നെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് യോഹന്നാന് വേണ്ടി ദൈവം സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തത്. ഇന്ന് നാം ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ആശ്രയം വൃഥാവായി പോയില്ലെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ സംസാരിക്കുവാൻ വേണ്ടിയാണ് അന്ന് യോഹന്നാന് വേണ്ടി ദൈവം സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്ന് അവനെ അങ്ങോട്ട് വിളിച്ചത്. ആ വിളി ഇന്നും നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് അവരുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നുവെങ്കിൽ അവരെ കർത്താവ് വിളിക്കുകയാണ്. സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് വിളിക്കുകയാണ്, വരൂ, ഇവിടേക്ക് പ്രവേശിക്കൂ. നിനക്കായി ഒരുക്കിയിട്ടുള്ളതായ ഈ നീതിയുടെ കവാടത്തിൽ കൂടെ നീ കടക്കുമ്പോൾ മേലാൽ സംഭവിപ്പാനുള്ളത് നിനക്ക് അവൻ കാണിച്ചു തരും. എന്താണ് മേലാൽ സംഭവിക്കാനുള്ളത്? നിനക്ക് വേണ്ടി എന്ത് ദൈവം കരുതിയിട്ടുണ്ടെന്നുള്ളത്. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ശാപമില്ലാത്ത ഒരു നാട്ടിലേക്കുള്ളതായ ഒരു പ്രവേശനം. ആ പ്രവേശനത്തിന് നിനക്ക് യോഗ്യത ഉണ്ടാകണമെങ്കിൽ നീ ഒരു വ്യക്തിയെ നിൻ്റെ ഹൃദയത്തിലേക്ക് ആനയിച്ചവനായിരിക്കണം. യേശു നിന്നോടുകൂടെ വരുമ്പോഴാണ് ആ വാതിലിൽ പ്രവേശിക്കുവാനുള്ളതായ ധൈര്യവും ബലവും കൃപയും നിനക്ക് കിട്ടുന്നത്. ഇല്ലായെങ്കിലും നിൻ്റെ ഹൃദയത്തെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും. നീ അവിടെ തന്നെ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കരുണയുള്ള ദൈവം, മഹാദയുള്ള ദൈവം, നീതിമാനായ ദൈവം നിൻ്റെ കുറവുകളെ ഓർക്കാതെ, നീ ഒരു ജഡമാണെന്നും ഒരു മനുഷ്യനാണെന്നും ദൈവം ഓർക്കാതെ നിന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ഒരു വാതിൽ സ്വർഗത്തിന് അനേകം വാതിലുകളുണ്ടെങ്കിലും നിനക്ക് വേണ്ടി ഇതാ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ആ വാതിൽ നിന്നെ കാണിച്ചുകൊണ്ട് നിന്നെ ക്ഷണിക്കുകയാണ്, ഇവിടെ കയറി വരിക. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ കണ്ണുനീരും പ്രയാസങ്ങളും എല്ലാം തീരുന്ന ഒരു സമയമുണ്ട്. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മേലാൽ സംഭവിക്കാനുള്ളത് നാം അറിയുമ്പോൾ, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ സൗഭാഗ്യങ്ങളെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളതായ അനന്തമായിട്ടുള്ളതായ അനേക തേജസ്സിൻ്റെ വഴികളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മുടെ കഷ്ടങ്ങൾ മറക്കും, നമ്മുടെ സങ്കടങ്ങൾ മറക്കും, മറ്റുള്ളവർ നമ്മളെ എറിഞ്ഞു കളഞ്ഞതായ അനുഭവത്തെ നമ്മൾ മറക്കും, നമുക്കാരുമില്ലാതിരുന്നതായ അനുഭവത്തെ നമ്മൾ മറക്കും. കണ്ണുനീരെല്ലാം ദൈവം വന്ന് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കും. നാം ദൈവത്തിനുള്ളവരാകും, നാം അവനോടുകൂടെ അത്താഴം കഴിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രത്യാശയും ഈ വാക്തത്വവും ഈ പ്രഭാതത്തിൽ കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ കരുതുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ആ വാതിലിനെ കാണുവാൻ നിങ്ങളുടെ കണ്ണുകൾ പ്രകാശിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.